അഖിലേശ്വരനെന്നും ആരാധന. ബലിവേദി മുന്നിലായി അണിചേർന്നു നിന്നിവർ ആത്മാവിലർപ്പിക്കും ആരാധന. അൾത്താരയിൽ പൂജ്യബലി വസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന. ബലിവേദി മുന്നിലായി അണിചേർന്നു നിന്നിവർ ആത്മാവിലർപ്പിക്കും ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമൃദ്ധമായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. പരിശുദ്ധമായ ബലി അർപ്പിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പാപങ്ങൾ തിരിച്ചറിയാം, ഏറ്റുപറഞ്ഞ് അനുദപിക്കാം. കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഏതാനും നിമിഷങ്ങൾ കണ്ണുകൾ അടച്ച് ഈ ബലിയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മേരി, മൗറല്യോസ്, അതുപോലെ റീത്ത എന്നിവരുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കാം. ചെമാച്ചേരിൽ സണ്ണിയുടെയും ബെറ്റിയുടെയും കുടുംബത്തെ സമർപ്പിക്കുമ്പോൾ അവരുടെ മകളുടെ വിവാഹം ഇന്ന് നടക്കുകയാണ്. ഏറ്റവും ഭംഗിയാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ലോകമാസകലമുള്ള എല്ലാ രോഗികളെയും വേദനിക്കുന്നവരെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങൾക്കും ദൈവത്തോട് നമുക്ക് മാപ്പപേക്ഷിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് അവിടുത്തെ ഏകജാതനായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്താൽ നമ്മുടെ ഹൃദയങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വന്മ കൊണ്ട് നിറച്ച് നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങ് പണിതുയർത്തിയവരെ അങ്ങേ സംരക്ഷണത്തിൽ നിന്ന് അങ്ങ് ഒരിക്കലും തള്ളിക്കളയുകയില്ലല്ലോ. അങ്ങേ നാമത്തോട് എപ്പോഴും ഞങ്ങൾ ഭക്തിയാദരങ്ങളും സ്നേഹവുമുള്ളവരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് കർത്താവ് അബ്രാമിനോട് അരുൾ ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും.
കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രാം പുറപ്പെട്ടു. ലോത്തും അവൻ്റെ കൂടെ തിരിച്ചു. ഹാരാൻ ദേശത്തോട് വിട പറഞ്ഞപ്പോൾ അബ്രാമിന് 75 വയസ്സ് പ്രായമായിരുന്നു. അബ്രാം ഭാര്യ സാറായിയെയും സഹോദരപുത്രൻ ലോത്തിനെയും കൂടെ കൊണ്ടുപോയി. ഹാരാനിൽ തങ്ങൾ നേടിയ സമ്പത്തും ആളുകളുമായി അവർ കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ട് അവിടെ എത്തിച്ചേർന്നു. അബ്രാം ആ ദേശത്തിലൂടെ സഞ്ചരിച്ച് ഷെക്കേമിൽ മോറയുടെ ഓക്കുമരം വരെ എത്തി. അക്കാലത്ത് കാനാൻകാർ അവിടെ പാർത്തിരുന്നു. കർത്താവ് അബ്രാമിന് പ്രത്യക്ഷപ്പെട്ട് അരുൾ ചെയ്തു, ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ കൊടുക്കും. തനിക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവിന് അബ്രാം അവിടെ ഒരു ബലിപീഠം പണിതു. അവിടെ നിന്ന് അവൻ ബഥേലിന് കിഴക്കുള്ള മലമ്പ്രദേശത്തേക്ക് കടന്ന് അവിടെ ബഥേലിന് കിഴക്കും ആയിക്ക് പടിഞ്ഞാറുമായി താവളമടിച്ചു. അവിടെ ഒരു ബലിപീഠം പണിത് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു. അവിടെ നിന്ന് അബ്രാം നെഗമിന് നേരെ യാത്ര തുടർന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് ദൈവമായുള്ള ജനവും കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ജനതയും ഭാഗ്യമുള്ളവരാണ്. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. കർത്താവ് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നു, അവിടുന്ന് എല്ലാ മനുഷ്യരെയും കാണുന്നു. കർത്താവ് ദൈവമായുള്ള ജനവും കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വെക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു, ക്ഷാമത്തിൽ അവരുടെ ജീവൻ നിലനിർത്തുന്നു. കർത്താവ് ദൈവമായുള്ള ജനവും കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. നാം കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു, അവിടുന്നാണ് നമ്മുടെ സഹായവും പരിചയും. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾ അങ്ങിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു. കർത്താവ് ദൈവമായുള്ള ജനവും കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഹല്ലേലൂയ. സത്യവചനം നിത്യവചനം മണ്ണിൽ രക്ഷയേകും തിരുവചനം. സത്യവചനം നിത്യവചനം മണ്ണിൽ രക്ഷയേകും തിരുവചനം. ഇന്നലെയും ഇന്നും എന്നെന്നും ജീവിക്കുന്ന ദിവ്യവചനം. ഇന്നലെയും ഇന്നും എന്നെന്നും ജീവിക്കുന്ന ദിവ്യവചനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 7 1 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. നീ സഹോദരൻ്റെ കണ്ണിലെ കരട് കാണുകയും നിന്റെ കണ്ണിലെ തടിക്കഷ്ണം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അഥവാ നിന്റെ കണ്ണിൽ തടിക്കഷ്ണം ഇരിക്കെ സഹോദരനോട് ഞാൻ നിന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയട്ടെ എന്ന് എങ്ങനെ പറയും? കപടനാട്യക്കാര, ആദ്യം സ്വന്തം കണ്ണിൽ നിന്ന് തടിക്കഷ്ണം എടുത്തു മാറ്റുക. അപ്പോൾ സഹോദരൻ്റെ കണ്ണിലെ
കരടെടുത്ത് കളയാൻ നിനക്ക് കാഴ്ച തെളിയും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് തിരുസഭയിൽ അനുസ്മരിക്കുന്ന ഒരു വിശുദ്ധനാണ് അലോഷ്യസ് ഗൊൺസാഗ. അദ്ദേഹം വെറും 23 വർഷമേ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നുള്ളൂ. 23-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണമടഞ്ഞു. ഇതിന് കാരണം ഇറ്റലിയിൽ പടർന്ന ഒരു മഹാമാരി. അതിൽ ദുരിതമനുഭവിച്ചവരെ ശുശ്രൂഷിക്കാൻ ഇറങ്ങിത്തിരിച്ചതാണ്. അവസാനം ആ പനി അദ്ദേഹത്തിനും ബാധിച്ചു. കുറച്ച് നാളുകൾ 2-3 മാസമെങ്കിലും പനി പിടിച്ച് കടന്നിട്ട് അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ വളരെ റെലവൻസ് ഉള്ള എന്ന് പറഞ്ഞാൽ ഒരുപാട് നമുക്ക് അനുകരിക്കാൻ പറ്റുന്ന ഒരു വിശുദ്ധനായിട്ട് വിശുദ്ധ അലോഷ്യസ് ഗൊൺസാഗയെ കാണാൻ പറ്റും. അദ്ദേഹം ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ച് നല്ല സൗകര്യങ്ങളിൽ വളർന്നു വന്ന, സുഖസൗകര്യങ്ങളോടുകൂടി ജീവിക്കാനുള്ള എല്ലാ അവസ്ഥകളും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അതിനകത്ത് കൊട്ടാരവാസവും ഈ ലോകത്തിൻ്റേതായിട്ടുള്ള സുഖ സൗകര്യങ്ങൾ, അതിലൊന്നും അദ്ദേഹം സന്തോഷം കണ്ടെത്തിയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നോക്കി നമുക്ക് പഠിക്കാവുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഒരു നോവിസായിട്ട് പറഞ്ഞാൽ വൈദിക പഠനത്തിൻ്റെ ഒരു ആരംഭഘട്ടം, അങ്ങനെ ഒരു നോവിസായിട്ട് അദ്ദേഹം നോവിഷ്യേറ്റിൽ കയറിയപ്പോൾ പറഞ്ഞത്, ഞാനൊരു വളഞ്ഞ വടിയാണ്, ഇരുമ്പ് വടി, വളഞ്ഞതാണ്. പ്രാർത്ഥന കൊണ്ടും ആശാനിഗ്രഹം കൊണ്ടും ഇതിനെ നേരെയാക്കണം. അങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ച ഒരു വ്യക്തിയാണ്. ജീവിതം കർത്താവിന് പ്രീതികരമാകാൻ വേണ്ടി പ്രാർത്ഥിച്ച ഒരു വ്യക്തിയാണ് അലോഷ്യസ് ഗൊൺസാഗ. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കുമ്പസാരക്കാരൻ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ദൈവിക ജ്ഞാനം പകർന്നു കൊടുത്ത റോബർട്ട് ബെല്ലാർമിൻ, അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം, ഈ അലോഷ്യസ് ഗൊൺസാഗ അറിഞ്ഞുകൊണ്ട് ഒരു പാപവും ചെയ്തിട്ടില്ല. കുമ്പസാരക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം ഒരു പാപവും ചെയ്തിട്ടില്ല. എങ്കിലും അദ്ദേഹം വലിയ പരിത്യാഗ പ്രവർത്തികൾ ചെയ്തു, പ്രായശ്ചിത്ത പ്രവർത്തികൾ ചെയ്തു. രാത്രികാലം മുഴുവൻ ഉണർന്നിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊരു സാഹചര്യം, അദ്ദേഹത്തിൻ്റെ ഒരു സാഹചര്യം നമുക്കെങ്ങാനും വരുമായിരുന്നെങ്കിൽ നമ്മൾ എന്തുമാത്രം ആത്മപ്രശംസ ചെയ്തേനെ, അഹങ്കരിച്ചേനെ. അങ്ങനെ പല പാപങ്ങളിലേക്ക് നമ്മൾ വീണു പോയെന്ന് വന്നേനെ. ഇന്നെങ്ങനെയെങ്കിലും കുറച്ച് സുഖജീവിതത്തിനുള്ള മാർഗങ്ങൾ കണ്ടെത്തണം എന്നുള്ള ആ ഒരു ചിന്തയിൽ പോകുന്ന ആൾക്കാരെ കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് പ്രാർത്ഥന, പ്രായശ്ചിത്ത പ്രവൃത്തി, നിഷ്കളങ്ക ജീവിതം, ഈ 3 കാര്യങ്ങൾ ഈ വിശുദ്ധൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. നമുക്കൊക്കെ അനുകരിക്കാൻ പറ്റുന്ന പലതും ഇതിനകത്തുണ്ട്. അപ്പോൾ ആ ഒരു ബോധ്യത്തോടുകൂടി നമ്മൾ വിശുദ്ധരെ അനുകരിക്കാൻ തുടങ്ങണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് തന്നെയാണേലും വലിയ മാറ്റം വരിക. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ടു അബ്രാഹത്തെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ. 3 ലെവലിലുള്ള അനുഗ്രഹം. ആദ്യത്തെ ലെവലിൽ പോലും എത്താത്ത ആൾക്കാരുണ്ട്. അപ്പോൾ പിന്നെ അവരുടെ 2ാം ലെവലും 3ാം ലെവലും എങ്ങനെ ഇരിക്കും? 3 ലെവലിലുള്ള അനുഗ്രഹത്തെക്കുറിച്ചാണ് അബ്രാഹത്തിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുക. അബ്രാം, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. എന്നിട്ട് 2ാമത്തെ ലെവല് കർത്താവ് പറയാണ്, നീ ഒരനുഗ്രഹമായിട്ട് മാറും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ദൈവാനുഗ്രഹമില്ലാതെ പോലും ജീവിക്കുന്ന നിരവധി ആളുകളുണ്ട്. അപ്പം ഇവിടെ കർത്താവ് അബ്രാഹത്തോട് പറഞ്ഞൊരു കാര്യം, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. 2ാമത്തേതാണ്, നിന്നെ ഞാൻ ഒരു അനുഗ്രഹമാക്കി മാറ്റും. 3ാമത്തെ ഒരു ലെവലാണ്, തലമുറകൾ നീ മൂലം അനുഗ്രഹിക്കപ്പെടും. എന്ത് മനോഹരമായൊരു കാര്യമാണ്. നമ്മൾ ജീവിക്കേണ്ട പോലെ ജീവിച്ചാൽ, ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതം എന്തായി മാറും എന്നുള്ളത് ഇവിടെ കർത്താവ് പഠിപ്പിക്കുക. അതിന് അബ്രാഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ദൈവത്തെ അനുഭവിച്ച, ദൈവത്തെ കണ്ടുമുട്ടിയ ഒരു ദൈവാനുഭവം ഉണ്ടായ അബ്രാം ചെയ്തൊരു കാര്യം, അവൻ ദൈവത്തിനൊരാലയം പണിത് ദൈവത്തെ ആരാധിച്ചു. ഇന്ന് പലർക്കും സന്തോഷമാണ്. കാരണം നമ്മൾ പള്ളി പോകണ്ട, വീട്ടിൽ ഇരുന്ന് തന്നെ നമ്മുടേതായ സൗകര്യത്തിൽ നമ്മളിരിക്കുന്ന ഇരിപ്പിടത്തിലിരുന്ന് സുഖമായിട്ട് അവിടെ ഇരുന്ന് ഉറങ്ങിയാലും അച്ഛൻ കാണത്തില്ല, ഒരു പ്രശ്നമില്ല. മാത്രമല്ല നമുക്ക് ഒരു ചിലവുമില്ല, പെട്രോൾ അടിക്കേണ്ട കാര്യമില്ല, വണ്ടി എടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരുപാട് ചിലവുകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി പള്ളിയിൽ പോയാൽ പോലും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ പോയി കുർബാനയിൽ സംബന്ധിച്ച് തിരിച്ചു പോകുന്ന ആൾക്കാരെ കാണാൻ പറ്റും.
പ്രിയപ്പെട്ടവർ, ഇവിടെ നമ്മൾ കാണുകയാണ് ദൈവാനുഭവം ഉണ്ടായ അബ്രാം ഇതിനു പോലും മടി കാണിച്ചില്ല. അവൻ സ്വന്തമായിട്ടൊരു ആലയം ഉണ്ടാക്കി കൊടുത്തു. അപ്പം അതുകൊണ്ട് നമ്മൾ ശരിക്കും ദൈവത്തെ കണ്ടുമുട്ടിയാൽ, ദൈവത്തെ അനുഭവിച്ചാൽ, പിന്നെ ദൈവിക സമ്പത്തായിരിക്കും നമുക്ക് പ്രധാനപ്പെട്ടത്. ദൈവം പറയുന്നത് പോലെ നമ്മുടെ സമ്പത്ത് അത് ഏത് വിധത്തിൽ നമ്മൾ പ്രയോജനപ്പെടുത്താൻ, നല്ല കാര്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്താൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടും വരത്തില്ല എന്നുള്ളത് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഈ ഒരു മനോഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ദൈവം നമ്മെ ഏറ്റെടുക്കും. ദൈവം നമ്മെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഒരു സമ്പത്തിനും ഒരു കുറവും വരത്തില്ല. നമ്മൾ ദൈവിക സമ്പത്തിനേക്കാൾ ലൗകിക സമ്പത്ത് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് വേണമെങ്കിൽ ഇത് രണ്ടും ഇല്ലാതെ പോകുന്നത്. മറിച്ച് ദൈവിക സമ്പത്താണ് നമുക്ക് ഒന്നാം സ്ഥാനത്തെങ്കിൽ ദൈവിക സമ്പത്തിനോ ലൗകിക സമ്പത്തിനോ ഒരു കുറവും വരാൻ കർത്താവ് അനുവദിക്കില്ല എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവർ, ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിൽ ആർക്കെങ്കിലും കർത്താവ് ഇങ്ങനെയൊരു ജോലി ഏർപ്പെടുത്തിയിട്ടുണ്ടോ, ഇതാരൊക്കെ സ്വർഗത്തിൽ പോകും, ആരൊക്കെ നരകത്തിൽ പോകും എന്ന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ. ചിലരുടെ വലിയ പരിപാടി അതാ. അവർ തന്നെ പറയും ആരൊക്കെയാണ് സ്വർഗത്തിൽ പോവുക, നരകത്തിൽ പോവുക എന്നുള്ളത്. അതെന്നതാ? മറ്റുള്ളവരെ വിധിക്കുന്ന കാര്യം. മറ്റുള്ളവരെ വിധിക്കാൻ നമുക്ക് അവകാശമില്ലെന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ വായിച്ചു കേട്ടു. മത്തായി 7-ാം അധ്യായത്തിൻ്റെ ആദ്യ വചനങ്ങൾ പറഞ്ഞിരിക്കുന്നത്, വിധിക്കപ്പെടാതിരിക്കാൻ നീ വിധിക്കരുത്. നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ചുള്ള പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം പ്രത്യേകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യത്തെ കല്ലെടുത്തെറിയട്ടെ. അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നു ആ വ്യഭിചാരത്തിന് പിടിക്കപ്പെട്ട സ്ത്രീയെ എറിയാൻ? ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുകയാണ്, നമ്മൾ ചിലപ്പോൾ ചെയ്യാറുള്ള ഒരു പരിപാടിയാണ്, നമ്മുടെ കണ്ണിൽ തടിയിരിക്കുന്നു, അത് മൈൻഡ് ചെയ്യാതെ കണ്ട് സഹോദരൻ്റെ കണ്ണിലെ പൊടിയെടുത്ത് കളയാനുള്ള പരിശ്രമത്തിലാണ്. സ്വന്തം ജീവിതത്തിലേക്ക് നോക്കി കുറവുകൾ കണ്ടെത്തുന്നതിനേക്കാൾ ചുറ്റുപാടുമുള്ളവരുടെ എല്ലാ കുറവുകളും കണ്ടുപിടിക്കും. അതിന് ഒരുപാട് സമയം ചെലവഴിക്കുകയും ചെയ്യും. കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മളാദ്യം കുറ്റമറ്റവരായി മാറണം. അപ്പോഴാണ് നമുക്ക് മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിച്ച് അല്ലെ അത് തിരുത്താനുള്ള ഒരവകാശം ലഭിക്കുന്നത്. ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഇഫ് യു ഡോണ്ട് കെയർ ഫോർ എ പേഴ്സൺ യു ഹാവ് നോ റൈറ്റ് ടു ക്രിട്ടിസൈസ് ദാറ്റ് പേഴ്സൺ. നമ്മളൊരാളെ ശരിക്കും നമ്മൾ സ്നേഹിക്കുന്നില്ല എങ്കിൽ, ആ വ്യക്തിയെക്കുറിച്ച് നമുക്ക് കരുതലില്ലെങ്കിൽ അവരെ തിരുത്താനുള്ള അവകാശം നമുക്കില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതില്ലാതെ നമ്മൾ തിരുത്താൻ പോയി കഴിഞ്ഞാൽ അത് ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസമായിട്ട് മാറും. മറ്റുള്ളവരെ തകർക്കുന്ന, തരിപ്പണമാക്കുന്ന ഒരു കുറ്റപ്പെടുത്തലായിട്ട് അത് മാറും. അത് വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഇതെല്ലാം യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുകരിക്കേണ്ട കാര്യമാണ്. ഇന്ന് നമ്മൾ തിരുസഭയിൽ സ്മരിക്കുന്ന അലോഷ്യസ് ഗൊൺസാഗോയെ പ്രത്യേകമായിട്ട് നമുക്ക് അനുകരിക്കാനുള്ള ഒരു കൃപയും അനുഗ്രഹവും നൽകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ സ്വാർത്ഥതയുടെ ലോകം വിട്ട് നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ ഉടമകളായി മാറുവാൻ കൃപ തരണമേ, അനുഗ്രഹം തരണമേ എന്ന് ഈ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. കൈനീട്ടി നിൽക്കുന്ന യേശുനാഥ, എന്നെ
അനുഗ്രഹിക്കൂ നാഥാ വേഗം. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, വിശുദ്ധ അലോഷ്യസിൻ്റെ മാതൃകയാൽ കല്യാണ വസ്ത്രത്താൽ എന്നും അലങ്കൃതരായി സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ ഞങ്ങളെ അങ്ങ് ഇടയാക്കണമേ. അങ്ങനെ ഈ ദിവ്യരഹസ്യത്തിലുള്ള ഭാഗഭാഗിത്വം വഴി അങ്ങേ പ്രസാദപര സമ്പന്നതയാൽ ഞങ്ങൾ പരിപുഷ്ടരാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങ് വിശുദ്ധരുടെ സമൂഹത്തിൽ വാഴ്ത്തപ്പെടുകയും അവരുടെ യോഗ്യതകൾക്ക് കിരീടമണിയിച്ചുകൊണ്ട് അങ്ങേ ദാനങ്ങൾക്ക് തന്നെ മകുടം ചാർത്തുകയും ചെയ്യുന്നു. അവരുടെ ജീവിത ശൈലി വഴി ഞങ്ങൾക്ക് മാതൃകയും ഐക്യം വഴി പങ്കാളിത്തവും മാധ്യസ്ഥ്യം വഴി സഹായവും അങ്ങ് പ്രദാനം ചെയ്യുന്നു. അങ്ങനെ ഇത്രയേറെ സാക്ഷ്യങ്ങളാൽ സ്ഥിരീകരിക്കപ്പെട്ട് മുന്നിലുള്ള ജീവിത സമരത്തിൽ വിജയികളായി മുന്നേറാനും മഹത്വത്തിൻ്റെ അക്ഷയ കിരീടം അവരോടുകൂടെ കരസ്ഥമാക്കാനും ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി അങ്ങ് ഇടയാക്കുന്നു. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും വിശുദ്ധരുടെ വിവിധ സമൂഹങ്ങളോടും കൂടെ അനവരതം പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തുതിഗീതം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഓശാന ഓശാന അത്യുന്നതങ്ങളിൽ ഓശാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഓശാന ഓശാന അത്യുന്നതങ്ങളിൽ ഓശാന. വിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. മനുവിനും സിനിക്കും വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് തുടരാം. രോഗാവസ്ഥയിലായിരിക്കുന്ന ജോൺസനെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ള എല്ലാവരെയും, ഈ ബലിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിപ്പിക്കുന്ന എല്ലാവരെയും ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഭക്തിപൂർവ്വം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കർത്താവേ, സർവ്വവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത്
കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയിർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തു നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങേ ദാസരെ ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശമായി അവിടുത്തോടൊന്നായിത്തീർന്ന ഇവരെ അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും അക്കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്താം. സിസ്റ്റർ മേരി ജോസഫിനെ പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. അതുപോലെ മോളെയും സാബി മോളെയും സമർപ്പിച്ച് ദൈവിക സംരക്ഷണം അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവായ ദൈവത്തെ ഏകസ്വരത്തിൽ നമുക്കിപ്പോൾ വിളിച്ചപേക്ഷിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ.
ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. രൂപയിലുള്ള കുർബാന സ്വീകരണം നടത്തുന്ന സമയമാണ്. പ്രാർത്ഥനാപൂർവ്വം അക്കാര്യം ചെയ്ത് ദൈവാനുഗ്രഹം പ്രാപിക്കുക. മനമേ മനമേ ഉണരൂ, പ്രിയനേ പ്രിയനേ വാഴ്ത്താം. മനമേ മനമേ ഉണരൂ, പ്രിയനേ പ്രിയനേ വാഴ്ത്താം. പകലിൽ രാവിൽ ചിരിയിൽ നോവിൽ എൻ ശ്വാസം പോലും സ്തുതിയായി ഉയരും. മനമേ മനമേ ഉണരൂ, പ്രിയനേ പ്രിയനേ വാഴ്ത്താം. ഞാൻ ഓർക്കാത്തൊരു നേരം, ഞാൻ മിണ്ടാത്തൊരു നേരം, നിൻ ഹൃദയം ഏറെ തളർന്നു. ഞാൻ നോക്കാത്തൊരു നേരം, ഞാൻ കേൾക്കാത്തൊരു നേരം, നിൻ ഹൃദയം ഏറെ മുറിഞ്ഞു. മറ്റാർക്കും സൗന്ദര്യമേ, മറ്റെങ്ങുമില്ലാത്ത ആശ്വാസമേ, മറ്റാർക്കുമില്ലാത്ത സൗന്ദര്യമേ, മറ്റെങ്ങുമില്ലാത്ത ആശ്വാസമേ. മനമേ മനമേ ഉണരൂ, പ്രിയനേ പ്രിയനേ വാഴ്ത്താം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, മാലാഖമാരുടെ ഭോജനത്താൽ പരിപോഷിതരായ ഞങ്ങൾ നിർമ്മല ജീവിതം വഴി അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യാനും ഇന്ന് ഞങ്ങൾ വണങ്ങുന്ന ഈ വിശുദ്ധൻ്റെ മാതൃകയാൽ എന്നും കൃതജ്ഞതാ നിർഭരരായി നിലനിൽക്കുവാനും ഇടയാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഞങ്ങളുടെ സഹായമായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് സാലസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനമശിഹ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനമശിഹ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.